ജമ്മു കശ്മീരിൽ മഴക്കെടുതിയെ തുടർന്ന് രണ്ടിടത്തുണ്ടായിട്ടുള്ള അപകടങ്ങളിലാണ് 11 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ റിയാസിയിൽ മഹോർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി. അതിനുശേഷം ഒരു വീട്ടിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാവുകയായിരുന്നു. ആ വീടിനകത്തുണ്ടായിരുന്ന ഒരേ കുടുംബത്തിൽപ്പെട്ട 7 പേരാണ് മരണപ്പെട്ടത്. അച്ഛനും അമ്മയും 5 കുട്ടികളും. ഇവർ മണ്ണിനടിയിലേക്ക് പൂർണ്ണമായും പൂത്തപ്പെട്ടു പോയി. പിന്നീട് രക്ഷാപ്രവർത്തകർ വന്ന് പുറത്തെത്തിക്കുമ്പോഴേക്കും ആർക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേത് ഇന്ന് പുലർച്ചെ 12:30 രംഭാൻ എന്ന് പറയുന്ന ജില്ലയിലെ രാജ്ഗഡിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. 2 വീടുകളും അതുപോലെ ഒരു സ്കൂൾ കെട്ടിടത്തിനുമാണ് അവിടെ കേടുപാടുകൾ സംഭവിച്ചത്. 4 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 3 മരണമായിരുന്നു, 2 പേരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടായിരുന്നു. പിന്നീട് ഒരു മൃതശരീരം കൂടി ഒഴുക്കിൽപ്പെട്ടവർ നിന്നും കണ്ടെത്തുകയായിരുന്നു. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. പരക്കെ മഴ തുടരുന്നുണ്ട്. അടുത്ത 3-4 മണിക്കൂറിൽ മഴയുടെ തോത് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുക, കാണാതായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഇടങ്ങളിലേക്കും ഇത്തരത്തിലുള്ള അപകട സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ജമ്മു കശ്മീരിൽ ഇത്തരത്തിൽ മഴക്കെടുതിയിൽ മരണം 130 കടന്നിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമൊക്കെ സമാനമായിട്ടുള്ള അവസ്ഥയാണ്. ഉത്തരാഖണ്ഡിൽ തന്നെ യമുന, ഗംഗ ഈ 2 നദികളും ഇപ്പോഴും അപകട സൂചികയ്ക്ക് മുകളിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മഴ വീണ്ടും കനക്കുമെന്നുള്ള റിപ്പോർട്ടുണ്ട്. അങ്ങനെ ആകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പക്ഷേ അപകടങ്ങൾ തുടരെ ഉണ്ടാക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ്.